ചുവദോഷം ഉണ്ടോന്ന് ചെറിയ അതുകൊണ്ടാണ് ചേട്ടാ കല്യാണം നടക്കാത്തത്. എങ്ങനെ കല്യാണം പമ്പിൽ വെച്ച് ഇവരെ കണ്ടോണ്ടേ പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ്റി. അതേതായാലും നന്നായിടാ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോരുത്തർ സഹായിക്കാൻ പറ്റും. പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് നിങ്ങളുടെ സഹായം കുറച്ച് കൂടുന്നുണ്ട്. ഈ രാജേഷും വിജലേഷും ഉള്ളപ്പോ ആരും പെരുവഴി കിടക്കൂലണ്ണ. അത് ശരിയാ. നന്ദിയുണ്ടാ, ഒരുപാട് നന്ദിയുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ കേട്ടോ ഇറങ്ങടാ, ജ്യൂസ് കുടിച്ചിട്ട് ആരാണ് ഇപ്പം കൊച്ചി അറിയില്ല. കണ്ടറിയില്ലേ ഏതോ തമിഴത്തിയാ? അല്ല, കൂടെ നിന്നിട്ട് അറിഞ്ഞുകൂടന്നാ എന്തോ ഉടായിപ്പ് ഉണ്ടല്ലണ്ണ. എടാ, ഒരു നട്ടുച്ചയ്ക്ക് കൊട്ട വെയിലത്ത് ഒരു നിരാലംബയായ വളർത്തുദോഷമുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് സഖാവെ ഒരു ജ്യൂസ് മേടിച്ചിരുന്നു ചോദിച്ചപ്പം ഈ തമിഴ് സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു തണ്ണിമത്തം ജ്യൂസ് മേടിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. കമ്മ്യൂണിസം അത് നിനക്ക് മനസ്സിലായില്ലേ? അതാണ് മക്കളെ, വയറ് നിറച്ച് ജ്യൂസ് മേടിച്ച് കുടിയാട്ടാ. ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ വരുന്ന നോക്കിക്കോളും. ശരി പോട്ടെ സഖാവേ. വീണ്ടും ശരി. തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ട് പോയാ. തണ്ണിമത്തൻ ജ്യൂസ് മാത്രം എന്തെങ്കിലും നടപടിയാവോ? അല്ല ഏട്ടാ, ഒരു സ്കെയിലൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ മെഷർമെന്റ് കിട്ടിയാണ്. എനിക്ക് കുറച്ചുകൂടെ രസമാക്കായിരുന്നു വരയ്ക്കണത്. ആർട്ടിസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല അരവിന്ദ്. വരെ കറക്റ്റ് ആവണം. അതിനുള്ള പണി അവൻ ചെയ്തോളൂ. പണി മര്യാദയ്ക്ക് എടുക്കാനല്ലേ പറഞ്ഞോളൂ. മതി ഉളകത്തിന്റെ പണി അവൻ എടുത്തോളൂ. എല്ലാവരും അകത്തിരി. വരപ്പെല്ലാം കഴിയുമ്പോഴേ ഇങ്ങ് വിളിക്കാം. ശരിയാവൂലേ? ശരിയാക്കാം. സഖാവേ, എന്താടാ? 9 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിരിക്കും. അവിടെ നോക്കട്ടെ. ഇത് പോരാ. അയ്യേ, ഇതിന്റെ ശരി കൊള്ളൂല. ചേട്ടന് മാച്ച് അല്ല ഏട്ടാ. മാച്ച് കട്ട് ചെയ്ത് പിടിക്കാൻ ടൈം ഒട്ടും ഇല്ല. ഓൺലി 6 days. അല്ല, എന്ന് വിചാരിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തെ എടുത്തിന്റെ തലയിലൊന്നും വെക്കാൻ പറ്റൂല കേട്ടോ. ആ കുട്ടി നോക്ക്. ആരാ നോക്കിയാലും ആ നോക്കണ പെണ്ണിനും കൂടെ തോന്നണ്ടേ യവനെ വേണോന്ന്. വേണ്ടാന്നൊക്കെ എന്താടാ എനിക്കൊരു കുറവ്? അരവിന്ദന്റെ ചെറിയ കുണ്ടെന്നുള്ളൊരു കുറവേ ഉള്ളൂ. ചേട്ടാ സൂപ്പറാണ് കേട്ടോ. ബെനത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ തന്നെ കെട്ടിയായിരുന്നു.